അപ്പം യൂണിറ്റ് 4. അപ്പം നമുക്ക് നോക്കാം. ദി ടീം റെയിൻ. അപ്പൊ ഇതേന്ന് ഇവിടെ കുറച്ച് ഗേൾസ് ഉണ്ട്. അപ്പൊ 4 ഗേൾസിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാപ്റ്ററിലോട്ട് നോക്കാം. നമുക്ക് അപ്പൊ ഇതാ ഇവിടെ നോക്കിക്കേ. അപ്പൊ ഇവിടെ 4 ഗേൾസിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാം? വി ക്യാൻ സീ 4 ഗേൾസ് ഹിയർ ഇൻ ദി പിക്ചർ. പിന്നെന്താ? ഹു ആർ ദേ? അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ, ദേ ആർ ഫ്രണ്ട്സ്. അപ്പം ഇത് നമുക്ക് നോക്കാം. ഇതിലെന്താ എഴുതിയിരിക്കുന്നേ? ഐ ആം ഋതു. എന്താ അപ്പോഴത്തേക്ക് ഈ കുട്ടി പറയുന്നത് എന്താ? ഞാൻ ഋതു എന്ന് പറയുക. അപ്പൊ ഈ കുട്ടി എന്താ പറയുന്ന? ആമി ഈസ് ഹിയർ എന്ന് പറയുക. പിന്നെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നേ? ഹലോ ഹിയർ ഈസ് ഇമാൻ പറയുക. പിന്നെ ഇതെന്താ? ഹായ് ഐ ആം നീലു. അപ്പം ഇവരുടെ ഓരോരുത്തരുടെയും പേര് കിട്ടി. അപ്പൊ ഈ കുട്ടിയുടെ പേര് ഋതു, ഇത് ആമി, ഇത് ഇമ, പിന്നെ ഇത് നീലു. അപ്പോഴത്തേക്കും ആർ ദേ ഫ്രണ്ട്സ്? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ആർ ദേ ഫ്രണ്ട്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം യെസ് ദേ ആർ ഫ്രണ്ട്സ് എന്ന് നമ്മൾ എഴുതണം അവിടെ. പിന്നെ ഇവിടെ എന്താ നോക്കാം. ഋതു, ഇമ, ആമി ആൻഡ് നീലു ആർ ഫ്രണ്ട്സ്. ദേ വോക്ക് ടുഗദർ, ദേ പ്ലേ ടുഗദർ. അപ്പൊ ഇതിലെന്താ പറയുന്നേ? ഈ ഋതുവും ഇമയും ആമിയും നീലുവും ഒക്കെ എന്താ? അവര് സുഹൃത്തുക്കളാണ്, കൂട്ടുകാരാണ്. അവർ അപ്പൊ പിന്നെ പറയുന്നത് ദേ വോക്ക് ടുഗദർ, അവർ ഒരുമിച്ച് നടക്കുന്നു. ദേ പ്ലേ ടുഗദർ, അവർ ഒരുമിച്ച് കളിക്കുന്നു. അപ്പം പിന്നെന്താ? അപ്പൊ ഇതിലെന്താ? ഇപ്പൊ നമുക്ക് നോക്കിക്കേ. ഈ കുട്ടി എങ്ങനെ ഇരിക്കുന്നേ? കർലി ഹെയർ ആണ് ഇവക്ക്. പിന്നെ ഇവളെങ്ങനെയാ? കണ്ട പാൻസ് ഷോർട്ട് ഒക്കെ ഇട്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് നോക്ക്, ഇവക്ക് എങ്ങനെയാ? ആമി ആളെ ലോങ് ഹെയർ ഉണ്ട് അവക്ക്. പിന്നെ സ്പെക്ടക്കിൾസ് ഉണ്ട്. പിന്നെ ഇയാൾ ആരാ? നിലു. എങ്ങനെയാ? നിലുവിനൊരു ക്യാപ്പ് ഉണ്ട്. ക്യാപ്പ്. പിന്നെന്താ? അവളൊരു ബ്ലൂ ബ്ലൗസും ഒരു മിഡിയും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ പറയുന്നത് ദേ ലൈക്ക് ടു വോക്ക് ടുഗദർ ആൻഡ് പ്ലേ ടുഗദർ. അപ്പൊ പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഡു ദേ ലൈക്ക് ടു ഡു? അവർ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്? അപ്പം എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്? ദേ ലൈക്ക് ടു വോക്ക് ടുഗദർ ആൻഡ് പ്ലേ ടുഗദർ. നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ ഈ പേജിൽ എന്താ കൊടുത്തിരിക്കുന്നത്? കണ്ട, ഇവര് മഴയത്ത് ഇങ്ങനെ ഇന്ന് കളിക്കുക. അവർ ടീം ഈസ് റെയിൻ. വി ആർ ഇൻ ദി റെയിൻ. വി ലവ് പ്ലേയിങ് ഇൻ ദി റെയിൻ. വി ലവ് ഡാൻസിങ് ഇൻ ദി റെയിൻ. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവർ ടീം ഈസ് റെയിൻ എന്ന് പറയാം. ഞങ്ങളുടെ ടീം റെയിൻ എന്നാണ്. പിന്നെന്താ പറയുന്നേ? വി ആർ ഇൻ ദി റെയിൻ. ഞങ്ങൾക്ക് മഴയത്ത് കുളിക്കുക. അപ്പൊ കണ്ട നോക്ക്. അപ്പൊ അവര് മഴയത്ത് നിന്ന് കളിക്കുവല്ലേ. അപ്പൊ പിന്നെ പറയുന്നത് എന്താ? വി ലവ് പ്ലേയിങ് ഇൻ ദി റെയിൻ. ഞങ്ങൾക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണ്. പിന്നെ പറയുന്ന വി ലവ് ഡാൻസിങ് ഇൻ ദി റെയിൻ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മഴയത്ത് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. അപ്പം അവർക്ക് മഴയത്ത് എന്ത് ചെയ്യാനാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ദേ ലൈക്ക് ടു പ്ലേ ആൻഡ് ഡാൻസ് ഇൻ ദി റെയിൻ. അപ്പൊ വാട്ട് ദേ ലൈക്ക് ടു ഡു ഇൻ ദി റെയിൻ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ദേ ലൈക്ക് ടു പ്ലേ ആൻഡ് ഡാൻസ് ഇൻ ദി റെയിൻ. അപ്പൊ ഇവിടെ എന്താ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദി റെയിൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മഴയത്ത് കളിക്കുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പൊതുവെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പൊ എന്ത് ചെയ്താ? യെസ് ഐ ലൈക്ക് പ്ലേയിങ് ഇൻ ദി റെയിൻ. പിന്നെ ഇവിടെ എന്താ നോക്കിക്കേ, ബട്ടർഫ്ലൈസ് ഉണ്ട്. പിന്നെ ഇവര് റെയിൻ ടീം ഇവിടെ ഉണ്ട്. അവരതിന്റെ പുറകെയൊക്കെ നടക്കും. എന്തൊക്കെയാ നോക്കാം നമുക്ക്. അപ്പോഴത്തേക്കും ഋതു ആണ്. പിന്നെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ദേ ചേസ് ബട്ടർഫ്ലൈസ്. ഇറ്റ് ഈസ് ഫൺ ബട്ട് ദ ബട്ടർഫ്ലൈസ് ലവ് ദം. അവർ പൂമ്പാറ്റകളെ പിന്തുടരുന്നു. അപ്പൊ ദേ ചേസ് ബട്ടർഫ്ലൈസ് എന്ന് വെച്ചാൽ അവർ പൂമ്പാറ്റകളെ പിന്തുടരുന്നു. പിന്നെ ഇറ്റ് ഈസ് ഫൺ എന്ന് വെച്ചാൽ അത് നല്ല രസമാണ്. ബട്ട് ദ ബട്ടർഫ്ലൈസ് ലവ് ദം. പക്ഷേ പൂമ്പാറ്റകൾ അവരെ സ്നേഹിക്കുന്നു എന്ന് എഴുതിയിരിക്കാം. പിന്നെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നേ? പിന്നെ ഈ പേജിൽ എന്തൊക്കെ കാര്യങ്ങളുള്ളതാ? വാട്ട് ആർ ദ ഗേൾസ് ഡൂയിങ് ഹിയർ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ദേ ആർ ചേസിങ് ബട്ടർഫ്ലൈസ്. ഹിയർ വി ക്യാൻ സീ ഋതു ഈസ് ട്രൈങ് ടു ക്യാച്ച് എ ബട്ടർഫ്ലൈ. അപ്പൊ ഇവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നേ? ഋതു ഒരു പൂമ്പാറ്റയെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഈ നീലു എന്താ ചെയ്യുന്നേ? വാട്ട് അബൌട്ട് നീലു? നീലു ഈസ് ട്രൈങ് ടു ടേക്ക് എ പിക്ചർ ഓഫ് ബട്ടർഫ്ലൈ. പൂമ്പാറ്റയുടെ ചിത്രം എടുക്കാൻ നോക്കുന്നു.
അപ്പൊ പിന്നെ ഇവിടെ എന്താ നോക്കാം. ഇമ എന്താ ചെയ്യുന്നത്? ഇമ ഈസ് ലുക്കിംഗ് അറ്റ് എ ബട്ടർഫ്ലൈ ഡ്രിങ്കിങ് നെക്ടർ ഫ്രം ഫ്ലവർ. എന്ന് വെച്ചാൽ എന്തുവാ? പിന്നെ പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് നോക്കി നിൽക്കുക നമ്മുടെ ഇമ. പിന്നെ ആമി എന്താ ചെയ്യുന്നത്? ആമി ഈസ് വാച്ചിങ് ദ ബ്യൂട്ടി ഓഫ് എ ബട്ടർഫ്ലൈ. കണ്ടാ? അപ്പൊ ഈ ആമി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പൂമ്പാറ്റയുടെ ഭംഗി ആസ്വദിക്കുകയാണ്. അപ്പൊ പൂമ്പാറ്റയെ കണ്ടാ നോക്ക്. അപ്പൊ ഭംഗി ആസ്വദിക്കും. അപ്പൊ അത് അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്താ ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. എന്താ? ഹാവ് യു എവർ ചേസ്ഡ് എ ബട്ടർഫ്ലൈ? അപ്പോ എന്താ ചോദിച്ചിരിക്കുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ പൂമ്പാറ്റയെ പിന്തുടർന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ ഉണ്ടെങ്കിൽ എന്താ എഴുതണം? യെസ്, ഐ ഹാവ് ചേസ് എ ബട്ടർഫ്ലൈ. പിന്നെ എന്താ എഴുതിയിരിക്കുന്നേ? ആർ ദെയർ ബട്ടർഫ്ലൈസ് ഇൻ യുവർ ഗാർഡൻ? നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ബട്ടർഫ്ലൈസ് ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുക. അപ്പോ ഓഫ് കോഴ്സ് നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ എന്ത് എഴുതണം? യെസ്, ദെയർ ആർ ബട്ടർഫ്ലൈസ് ഇൻ അവർ ഗാർഡൻ എന്ന് എഴുതണം. പിന്നെ ഈ പേജിൽ എന്താ